ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ നിരാശ പ്രകടിപ്പിച്ച സിപിഐഎം പോളിറ്റ് ബ്യൂറോ. കേരളത്തിലെ പ്രകടനം നിരാശാജനകം, തോൽവിയെക്കുറിച്ച് ആഴത്തിൽ ആത്മപരിശോധന നടത്തുമെന്നും പോളിറ്റ് ബ്യൂറോ യോഗം പറഞ്ഞു. വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പാർട്ടി ചിഹ്നത്തിൽ ഇനി മത്സരിക്കാനാവുമോ എന്ന കാര്യത്തിൽ പല പാർട്ടി നേതാക്കളും, കെ ബാലൻ അടക്കമുള്ള നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചയാവുന്നത്? ക്രിസ്റ്റീന, CPM-ന്റെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുന്നതിനായി ഇന്നലെയാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ദേശീയ തലത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടനം അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. CPM ഇക്കാര്യത്തിൽ ആത്മവിമർശനപരമായി ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത് എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ CPM-ന്റെ പ്രകടനം നിരാശാജനകം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രകടനം അതീവ നിരാശാജനകമായ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്ന വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ പ്രകടനം സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ വിശദമായ ആത്മപരിശോധന നടത്തും എന്നും മാണ് CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് BJP-യുടെ വളർച്ച അടക്കമുള്ള വിശദമായ പരിശോധനകൾ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഉണ്ടാകുക എന്നും ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ വരുന്ന 15, 16 തീയതികളിലായി സംസ്ഥാന തലത്തിൽ ചർച്ച നടത്തി ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. നേരത്തെ CPI-യുടെ ദേശീയ തലത്തിലുള്ള അവലോകന യോഗത്തിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തിരിച്ചടി ആയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. ഈ കാര്യം CPIM കേന്ദ്ര നേതാക്കളോട് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ സാധാരണ നിലയിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാറുള്ളത് എന്നും ഇപ്പോൾ നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എന്നുമുള്ള ഒരു പ്രതികരണമാണ് ലഭിച്ചത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘടകം ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദമായ പരിശോധനകൾ സംസ്ഥാന ഘടകങ്ങളിൽ നടക്കുന്ന പരിശോധനകളിലാകും ഉണ്ടാകുക. അതേസമയം ദേശീയ തലത്തിൽ ഒരു സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലും നടത്തിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇടതു പാർട്ടികൾക്ക് 8 സീറ്റുകളാണ് ലോക്സഭയിൽ ഉള്ളത്. രാജസ്ഥാനിൽ ഒരു സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ ജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി തോൽവിയിൽ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ യോഗം. വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.